രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ചെറിയ വീഡിയോ നമുക്ക് വലിയൊരു സന്ദേശം മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, കേൾക്കുക. താജുദ്ദീൻ, ആ ഗേട്ടോ നടക്കണേ പോകുമ്പോ. ശരി ഉസ്താ. ഗേറ്റ് അടിച്ചല്ലേ, ഇനി അവതും ക്ലീൻ ചെയ്ത് എല്ലാ ജോലിയും നമ്മളാണ് ചെയ്ത് കൊടുക്കാം. മാസം മാസം ജമാഅത്തിന് ശമ്പളം കൊടുക്കുന്നത് വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് മൊബൈലിൽ നിന്ന് കുത്തിരിക്കാനല്ലേ? താൻ ശമ്പളത്തെ കുറിച്ചൊന്നും പറയണ്ട. താൻ എന്താ വിചാരിച്ചേ? ഉസ്താദന്മാർക്ക് മാസം മാസം ലക്ഷങ്ങൾ കൊടുക്കുന്നെന്നാണോ? തനിക്കറിയോ, ഏറ്റവും തുച്ഛമായ ശമ്പളമാണ് ഞാൻ ഉസ്താദന്മാർക്ക് കൊടുക്കുന്നത്. ബേക്കറിയിലോ ഏതോ കടയിലോ സെയിൽസ്മാനെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 20,000 30,000 സാലറി ഉണ്ട്. പക്ഷേ നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ദീനപരമായ കാര്യം പറഞ്ഞു തരുന്ന ഉസ്താദന്മാർക്ക് 15,000 മുകളിൽ സാലറി കൊടുക്കാനായില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. ഇതും പോരാഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തൽക്ക് ഇരയാവുന്നതും നമ്മൾ ഉസ്താദന്മാർ തന്നെയാണ്. ചോദിക്കുമ്പോൾ എല്ലാവരും പറയുമല്ലോ ഉസ്താദിന്റെ ശമ്പളത്തിന് ബർക്കത്ത് കൂടുതലാണെന്ന്. ആ രണ്ട് ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് എത്ര സത്യമാണ്. എല്ലാ നാടുകളിലല്ല, ചില നാടുകളിൽ പള്ളിയിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാരെ അടിമ പോലെയാണ് ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പള്ളിയും മദ്രസയുമായി ബന്ധപ്പെട്ട ജോലി അല്ലാതെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടതും മോട്ടറിടുന്നതുമായി ബന്ധപ്പെട്ടതും പല ജോലികളും ഉസ്താദുമാരെ ഏൽപ്പിക്കുന്നു. ഏകദേശം പറഞ്ഞാൽ 1,00,000-ൻ്റെയും 50,000-ൻ്റെയും ശമ്പളം കൊടുക്കേണ്ടി വരുന്ന ഒരുപാട് നീണ്ട ജോലികൾ ഉസ്താദിന് കൊടുത്തിട്ടും ഉസ്താദിന് നൽകുന്ന ശമ്പളമോ 15-ലും 10-ലും കുറഞ്ഞ ശമ്പളമാണ്. ഇവിടെ ഒരു കാര്യം സർവ്വ മഹല്ല് ഭാരവാഹികളും പിന്നെ കമ്മിറ്റി നടത്തുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് വലിയൊരു സന്ദേശമുണ്ട്. അതായത് നാം ഉസ്താദുമാരെ ഈ രൂപത്തിൽ ഒരുപാട് ജോലികൾ ഏൽപ്പിച്ച് അതിന് അർഹമായ ശമ്പളം കൊടുക്കാൻ തയ്യാറാകണം. കാരണം പിന്നെ അവർ ഈ ദീനിൻ്റെ സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ സെയിൽസ്മാനായും അതുപോലെ തന്നെ മറ്റു ഡ്രസ്സ് കച്ചവടക്കാരും വേറെ മേഖലയിൽ പ്രവർത്തിക്കുന്ന കച്ചവടം ചെയ്യുന്ന ആളുകൾ അവർ മാസത്തിൽ 20,000 30,000 മുകളിൽ ശമ്പളം വാങ്ങുന്നു. ആ രൂപത്തിൽ അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നു. അതേസമയത്ത് ഉസ്താദുമാരോ ഒരുപാട് ജോലികൾ പിന്നെ മഹല്ല് കാരണവന്മാർ ചെയ്തതനുസരിച്ച് ചെയ്തിട്ടും അവർക്ക് കിട്ടുന്ന ശമ്പളം 15-ലും 10-ലും കുറഞ്ഞതാണ്. ഇതിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം, അവരുടെ കുട്ടികളെ കെട്ടിച്ചയക്കണം, പിന്നെ വീട് നിർമ്മിക്കണം, പിന്നെ വീട്ടിലേക്ക് വേണ്ട ആവശ്യ വസ്തുക്കൾ വാങ്ങണം. വേറെ സാധാരണക്കാരന് ഒരു വില, ഉസ്താദാണെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോയാൽ പിന്നെ ഡിസ്കൗണ്ട് ലഭിക്കുക എന്നതൊന്നും ഇല്ലല്ലോ. ഉസ്താദുമാർ ആണെങ്കിൽ പോലും അവർക്ക് ശമ്പളം കുറവാണെങ്കിൽ പോലും മാർക്കറ്റിൽ പോയാൽ എന്താണോ വില അത് തന്നെ അവർക്ക് കൊടുക്കണ്ടേ? അതുകൊണ്ട് ഓരോ മഹല്ല് കാരണവന്മാരും നമ്മുടെ നാട്ടിൽ മഹല്ല് ഭരിക്കുന്ന ഓരോ ആളുകളും ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ച ആ റീൽസിൽ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ നമ്മുടെ ഉസ്താദുമാർക്ക് നാം എന്തെല്ലാം ജോലി ഏൽപ്പിക്കുന്നുണ്ടോ അതിനർഹമായ ഒന്നുമല്ലെങ്കിൽ പിന്നെ 20,000-ൽ കൂടുതൽ എന്തെങ്കിലും നല്ല മഹല്ലിലെ വരുമാനം കണ്ടെത്തി ഉസ്താദുമാർക്ക് നാം പിന്നെ ഈ ഒരു റീൽസിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശമ്പളം പിന്നെ ജാസ്തിയാക്കി